അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മഹത്തുക്കളായ അമ്പിയാക്കളുടെ ചരിത്രകഥകളാണ് നാം ഈ ചാനലിൽ കൂടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്മാരായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വരെ ചരിത്രങ്ങൾ നാം പറഞ്ഞു കഴിഞ്ഞു. ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലശേഷം അവിടുത്തെ ജനതയായ ആദ് സമൂഹത്തിനേറ്റ ശിക്ഷകൾ നേരിൽ കണ്ട വിശ്വാസി സമൂഹം ചുറ്റും പ്രകാശം വിതറിക്കൊണ്ട് സൽപാന്താവിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അവരെ വഴിപിഴപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവൻ പല പല തന്ത്രങ്ങൾ മെനഞ്ഞെടുക്കുകയും ഞാൻ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്കത് വലിയ സുഖം നൽകുമെന്നും അതാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിതം ആസ്വദിക്കാനുള്ള വഴിയെന്നുമൊക്കെ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഒരു വിഭാഗം ജനങ്ങൾ ഈ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞത് ഉൾക്കൊണ്ടു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് മുൻ കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അനുയായികൾക്ക് ഉണ്ടാക്കിക്കൊടുത്തതുപോലെ ചില വിഗ്രഹങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് ഇത് നിങ്ങളുടെ പൂർവ്വ പിതാക്കളാണെന്നും ഇവരെ നിങ്ങൾ അനുസരിക്കണമെന്നും ഇവരെ നിങ്ങൾ ആരാധിക്കണമെന്നും കൽപ്പിച്ചു. ഈ ഇബ്ലീസിൻ്റെ ഉപദേശങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ചില ആളുകൾ അതിനെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ ആ നാട്ടിൽ വീണ്ടും ബിംബാരാധന വർദ്ധിച്ചു, അക്രമങ്ങളും അനീതികളുമൊക്കെ വർദ്ധിച്ചു. അങ്ങനെ അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെ ആദ് സമൂഹത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട സമൂദ് സമൂഹം, അവർ താഴ്വരയിൽ പാറകൾ വെട്ടി തുരന്നുണ്ടാക്കുന്ന വീടുകളിലായിരുന്നു താമസിച്ചിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ അവരെ വിശേഷിപ്പിക്കുന്നുണ്ട്. ആദ് സമൂഹത്തെ പോലെ തന്നെ അതിശക്തന്മാരായ ആളുകളായിരുന്നു ഈ സമൂദ് സമൂഹവും. അവർ വലിയ വലിയ പാറകൾ തുരന്ന് അതിൽ വീടുകൾ നിർമ്മിച്ചായിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത്. വലിയ വലിയ കൊട്ടാരങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെയും ഇവരുടെ അഹങ്കാരവും ഇവരുടെ പ്രൗഢിയും വിളിച്ചറിയിക്കാനുള്ളതായിരുന്നു ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെയും. അതായത് തലചായ്ക്കാൻ ഇടമില്ലാതെ കഷ്ടതയിലൂടെ ജീവിതം നയിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ ഇടയിൽ വലിയ വലിയ കൊട്ടാരങ്ങളും വീടുകളുമൊക്കെ നിർമ്മിച്ച് അതിൽ സുഖത്തോടുകൂടി കഴിയുന്ന ഇവരെ കാണുമ്പോൾ ഇവരുടെ പ്രതാപം എത്രയുണ്ടെന്ന് ബാക്കിയുള്ള ജനങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന ധാരണയിലാണ് ഇവർ ഈ പാറകൾ തുരന്നുകൊണ്ട് വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അത് അവരുടെ അഹങ്കാരത്തെ വിളിച്ചറിയിക്കുന്നതായിരുന്നു. കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന സമ്പത്തുകളൊക്കെ അനാവശ്യമായി ദൂർത്തടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ അവസ്ഥ ഇന്നും നിലനിൽക്കുന്നു എന്ന് നമുക്ക് സാന്ദർഭികമായി ഓർമ്മിക്കാം. എല്ലാവിധ സുഖസൗകര്യങ്ങളും കായിക ശക്തിയും സമൃദ്ധിയുമൊക്കെ ആയപ്പോൾ ഇതൊക്കെ അവരുടെ സ്വന്തം ബുദ്ധി കൊണ്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ ആരെയും ഭയപ്പെടാതെ ആർക്കും കീഴടങ്ങാതെ ജീവിക്കാമെന്നുള്ള അഹങ്കാരത്തോടു കൂടിയായിരുന്നു അവരുടെ ജീവിതം അവർ മുന്നോട്ടേക്ക് നയിച്ചത്. ഞങ്ങളെ ചോദ്യം ചെയ്യാനോ ഞങ്ങളെ ഉപദേശിക്കാനോ ഞങ്ങളോട് മറ്റ് കാര്യങ്ങൾ പറയാനോ ആരും തന്നെ ഇവിടെ ഉണ്ടാവുകയില്ല എന്ന പ്രതീക്ഷയോടുകൂടി അവർ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനിടയിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവരിലേക്ക് നിയോഗിക്കുന്നത്. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബിയായിട്ട് നിയോഗിച്ച ശേഷം സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ജനതയോട് പറഞ്ഞു, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ്. അഥവാ മുൻകഴിഞ്ഞു പോയ പ്രവാചകനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരൊക്കെ തൻ്റെ ജനതകളോട് പറഞ്ഞതുപോലെ തന്നെ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ്.
എന്നെ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്ക് അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുകയും ചെയ്യുക. അതാണ് നിങ്ങൾക്ക് നല്ല വഴി. നിങ്ങളുടെ ജീവിതം നന്നാകാനും നിങ്ങൾക്ക് പാരത്രിക വിജയം ലഭിക്കാനുമൊക്കെ അത് കാരണമായി തീരും. അതുകൊണ്ട് എല്ലാവിധ മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഉപദേശിച്ചു. ആ സമയത്ത് ഈ കാണുന്ന ദേവന്മാരെ മുഴുവൻ ആരാധിച്ചു പോന്നിരുന്ന അവർക്ക് ഈ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉപദേശം ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. ഇത് കണ്ട സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, അല്ലാഹു തആല നിങ്ങൾക്ക് ഈ ലോകത്ത് കുറേ അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. ആകാശം സൃഷ്ടിച്ചതും ഭൂമി സൃഷ്ടിച്ചതും നിങ്ങളെ സൃഷ്ടിച്ചതും നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതും നിങ്ങൾക്ക് ശ്വസിക്കാനുള്ള വായു നൽകുന്നതും എല്ലാം അള്ളാഹുവാണെന്നും അതുകൊണ്ട് നിങ്ങൾ അവനിക്ക് കീഴ്പ്പെട്ട് അവനിക്ക് അടിമപ്പെട്ട് ജീവിക്കാൻ തയ്യാറാവണമെന്നും സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും അവരോട് പറഞ്ഞു. അവൻ ചെയ്ത അനുഗ്രഹങ്ങളൊന്നും ഓർക്കാതെ അവനിക്ക് നന്ദി ചെയ്യാതെ നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ ജീവിതം പരാജയത്തിലേക്കെത്തും. നിങ്ങളുടെ ജീവിതം പരാജയത്തിലേക്ക് എത്താതിരിക്കാൻ നിങ്ങൾ അവനിക്ക് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കണം എന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഓർമ്മപ്പെടുത്തി. അതുമാത്രമല്ല, നിങ്ങൾ ആരാധിക്കുന്ന ഈ ബിംബങ്ങൾക്ക് അവരുടെ മുകളിൽ വന്നിരിക്കുന്ന പ്രാണികളെപ്പോലും ആട്ടിയോടിക്കാനുള്ള ശേഷിയില്ല, കഴിവില്ല എന്നിരിക്കെ പിന്നെ നിങ്ങളെ അവർ എങ്ങനെ സഹായിക്കും? അതുകൊണ്ട് നിങ്ങൾ ആ ബിംബാരാധന ഉപേക്ഷിച്ചുകൊണ്ട് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കണമെന്ന് വീണ്ടും ഉപദേശിച്ചു. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ജനങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് പറഞ്ഞു, സ്വാലിഹിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സ്വാലിഹ് നല്ല കുട്ടിയായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്തോ സ്ഥിരത കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്വാലിഹിൻ്റെ വാക്കുകളൊന്നും കേൾക്കേണ്ടതില്ല. എന്തോ ഒരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്, മോശക്കാരനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ദേവന്മാരെയൊക്കെ മോശമാക്കി പറയുന്നത് എന്ന് ഈ ജനങ്ങൾ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറഞ്ഞു. അപ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് മോശപ്പെട്ടതൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ നന്മയുടെ മാർഗത്തിലേക്ക് നീങ്ങുക, തിന്മ ഉപേക്ഷിക്കുക, ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എൻ്റെ സഹോദരന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വാക്ക് നിങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് ഗുണമാണ് എന്ന നിലക്കാണ് ഞാൻ ഈ പറയുന്നത് എന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു. അപ്പോൾ അവർ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, അങ്ങനെ തലക്ക് വെളിവില്ലാത്തവർ പലതും വിളിച്ചു പറയും, നീ പറയുന്നതൊന്നും കേൾക്കാൻ ഞങ്ങൾക്ക് കഴിയൂല. അങ്ങനെ നീ പറയുന്നത് കേൾക്കണമെങ്കിൽ ഞങ്ങൾ പറയുന്ന രൂപത്തിലുള്ള ഒരു തെളിവ് നീ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞു. സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹു എന്നെ പ്രവാചകനായി നിയോഗിച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറയുന്നു. അതിൽ പരം വേറെ എന്തെങ്കിലും തെളിവ് വേണമെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക, നിങ്ങൾക്കത് ഇൻഷാ അല്ലാഹ് ഞാൻ ആ തെളിവ് കൊണ്ടുവരാം എന്ന് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും തെളിവുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിച്ചുകൊണ്ട് ആ തെളിവ് നിങ്ങൾക്ക് അല്ലാഹു തആല കാണിച്ചു തരും, യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അവർ ആവശ്യപ്പെട്ട തെളിവ് എന്താണ്, എന്ത് തെളിവാണ് കാണിച്ചു കൊടുക്കാൻ അവർ പറഞ്ഞത് എന്നത് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വീഡിയോയിൽ കാണാമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.